പാക് അധീന കാശ്മീർ കൈമാറുന്നതിനെക്കുറിച്ച് മാത്രമേ ഇനി പാകിസ്ഥാനുമായി ചർച്ചയുള്ളൂ എന്ന് ഇന്ത്യയുടെ നിലപാട് പുറത്തുവന്നു. ഭീകരതയെ പിന്തുണയ്ക്കുന്നത് അവസാനിപ്പിക്കാൻ തുർക്കി പാകിസ്ഥാനോട് ആവശ്യപ്പെടണമെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുന്നുള്ള എംപിമാരുടെ പ്രതിനിധി സംഘങ്ങളുടെ വിദേശ പര്യടനം തുടരുകയാണ്. ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുമായുള്ള സഹകരണം തുടരുമെന്ന് ഇന്ത്യൻ പ്രതിനിധി സംഘത്തോട് UAE അറിയിച്ചു. സഞ്ജയ് കുമാർ ഝായുടെ നേതൃത്വത്തിലുള്ള സർവകക്ഷി യോഗം ടോക്കിയോയിൽ ജാപ്പനീസ് വിദേശകാര്യമന്ത്രി തകേഷി ഇവായയുമായി കൂടിക്കാഴ്ച നടത്തി. അതിർത്തി കടന്നുള്ള ഭീകരതയെ പിന്തുണയ്ക്കുന്നത് പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ റദ്ദായിരിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പാക് അധീന കശ്മീരിൽ നിന്നും ഒഴിഞ്ഞ ശേഷമേ പാകിസ്ഥാനുമായി ചർച്ചയുള്ളൂ എന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. हम लोगों ने पाकिस्तान को बताया, एक बार जब हमने उनको मारने के बाद बताया DGMO के तहत के मार्फत से कि हम लोगों ने ऑपरेशन सिंदूर के तहत आपके जो हमारा राइट टू रिस्पॉन्ड था वो हमने किया है और उसके बाद हमने बनाया, तो घटना के बाद बताया. ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാന്റെ നടപടികൾ ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കുകയാണ് ഇന്ത്യയുടെ സർവകക്ഷി സംഘത്തിന്റെ ലക്ഷ്യമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ശിവസേന MP ശ്രീകാന്ത് ഏക്നാഥ് ഷിൻഡെ നയിക്കുന്ന സംഘം UAE സഹിഷ്ണുതാ സഹവർത്തിത്വകാര്യ മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തി. പ്രതിരോധ ആഭ്യന്തര വിദേശകാര്യ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ അലി റാഷിദ് അൽ നുവൈമി, നാഷണൽ മീഡിയ ഓഫീസ് ചെയർമാൻ ഡോക്ടർ ജമാൽ അൽ കാബി എന്നിവരുമായി സംഘം കൂടിക്കാഴ്ച നടത്തി. ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുമായി സഹകരിക്കുന്നത് തുടരുമെന്ന് ചെയർമാൻ ഡോക്ടർ അലി റാഷിദ് അൽ നുവൈമി പറഞ്ഞു. സഞ്ജയ് കുമാർ ഝായുടെ നേതൃത്വത്തിലുള്ള സംഘം ജാപ്പനീസ് വിദേശകാര്യമന്ത്രി തകേഷി ഇവായയുമായി കൂടിക്കാഴ്ച നടത്തി. ജപ്പാൻ മുൻ പ്രധാനമന്ത്രി യോഷിഹിഡ സുഗയുമായും പ്രതിനിധി സംഘം ചർച്ച നടത്തി. DMK MP കനിമൊഴിയുടെ നേതൃത്വത്തിലുള്ള സംഘം റഷ്യയിലേക്ക് തിരിച്ചു. ശശി തരൂർ, സുപ്രിയ സുലെ, രവിശങ്കർ പ്രസാദ്, ജയന്ത് പാണ്ഡെ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അടുത്ത ദിവസങ്ങളിൽ യാത്ര തിരിക്കും. 24 ഡൽഹി.